ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ JPC യോഗം ഇന്ന് 39 അംഗ സംയുക്ത പാർലമെന്ററി സമിതിയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ പിന്നീട് JPCക്ക് അയക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഗൗതം. രോഹിണി, കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാളാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 ബില്ലുകൾ അവതരിപ്പിച്ചത്. 2034 ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പിന്നീട് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തി. അങ്ങനെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്തി സാമ്പത്തിക ലാഭമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ സമയലാഭം തുടങ്ങിയ വിഷയങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2 ബില്ലുകൾ കേന്ദ്ര നിയമമന്ത്രി കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയിൽ അവതരിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിപക്ഷ ബഹളം ഉണ്ടായതിനെ തുടർന്നാണ് പിന്നീട് JPCക്ക് വിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർദ്ദേശം നൽകിയത്. എന്തായാലും ആ JPC കമ്മിറ്റിയുടെ ആദ്യത്തെ യോഗമാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ നടക്കാൻ പോകുന്നത്. 39 അംഗ JPC ആണ്. 27 അംഗങ്ങൾ ലോക്സഭയിൽ നിന്നും 12 അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നുമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളുടെയും കക്ഷി നേതാക്കളുമായി സംസാരിച്ച് ഓരോ പാർട്ടികളിൽ നിന്നും പ്രതിനിധികളെ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം 29 അംഗ സമിതിയായിരുന്നുവെങ്കിൽ പിന്നീട് അത് കൂടുതൽ വിശാലമാക്കി 39 എന്ന ഒരു നമ്പറിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്നിപ്പോൾ നടക്കാൻ പോവുകയാണ്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.